2025 സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗ് സഞ്ജു സാംസനെ സംബന്ധിച്ച് അത്ര മികച്ചതായിരുന്നില്ല. പരിക്കും ഫിറ്റ്നസ് പ്രശ്നങ്ങളും താരത്തിന് വലിയ തിരിച്ചടിയായി മാറിയിരുന്നു. ടീമെന്ന നിലയിൽ രാജസ്ഥാൻ റോയൽസ് ആകട്ടെ വൻ പരാജയമായി മാറുകയും ചെയ്തു. 9ാം സ്ഥാനത്താണ് സീസണിൽ റോയൽസ് ഫിനിഷ് ചെയ്തത്. സീസൺ അവസാനിച്ചതിനു പിന്നാലെ സഞ്ജുവിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് അഭ്യൂഹങ്ങളും വന്നു തുടങ്ങി. സഞ്ജു രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറിയേക്കും എന്നതായിരുന്നു ഇതിൽ പ്രധാനം. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ വാർത്ത ആരാധകർ വലിയ ചർച്ചയാക്കി. ദേശീയ മാധ്യമങ്ങളടക്കം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു. ധോണിയിൽ നിന്ന് സഞ്ജു ചെന്നൈയുടെ വിക്കറ്റ് കീപ്പർ സ്ഥാനം ഏറ്റെടുക്കുമെന്നും ടീമിന്റെ ക്യാപ്റ്റൻസി അദ്ദേഹത്തിന് ലഭിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സഞ്ജുവോ ഫ്രാഞ്ചൈസിയുമായി ബന്ധപ്പെട്ടവരോ പ്രതികരണങ്ങളൊന്നും നടത്തിയിരുന്നില്ല. ഇപ്പോൾ സഞ്ജു ചെന്നൈ സൂപ്പർ കിങ്സ് ഫ്രാഞ്ചൈസിക്ക് കീഴിലുള്ള ടെക്സാസ് സൂപ്പർ കിങ്സിന്റെ മത്സരം കാണാൻ സ്റ്റേഡിയത്തിൽ എത്തിയെന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കയിൽ നടക്കുന്ന മേജർ ലീഗ് ക്രിക്കറ്റിൽ കളിക്കുന്ന ടീമാണ് ടെക്സാസ് സൂപ്പർ കിങ്. കഴിഞ്ഞ ആഴ്ച ടെക്സാസ് സൂപ്പർ കിങ്ങും MI ന്യൂയോർക്കും തമ്മിൽ നടന്ന മത്സരം കാണാനാണ് സഞ്ജു എത്തിയത്. സഞ്ജുവിന്റെ ഭാര്യ ചാരുലത ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ചിത്രത്തിൽ നിന്നാണ് ഇക്കാര്യം ആരാധകർ മനസ്സിലാക്കിയത്. സഞ്ജു സ്റ്റാൻഡ്സിലിരുന്ന് മത്സരം കാണുന്നതാണ് ചാരുലതയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലുള്ളത്. ഗ്യാലറിയുടെ ചിത്രവും MI ടെക്സാസ് സൂപ്പർ കിങ്സ് താരങ്ങൾ ഗ്രൗണ്ടിൽ നിൽക്കുന്നതും സ്റ്റോറിയിലുണ്ട്. സഞ്ജു ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറിയേക്കുമെന്ന അഭ്യൂഹം ശക്തമാകുന്നതിനിടെ താരം ചെന്നൈ ഫ്രാഞ്ചൈസിക്ക് കീഴിലെ ടീമിന്റെ കളി കാണാൻ എത്തിയത് ഒരു വമ്പൻ നീക്കം നടക്കുന്നതിന്റെ സൂചനയാണെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരാധകർ ചർച്ച ചെയ്യുന്നത്. സഞ്ജുവിന്റെ IPL ഭാവിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന അഭ്യൂഹങ്ങളിൽ സത്യമുണ്ടെന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് അണിയറയിൽ നടക്കുന്നതെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും സഞ്ജു ചെന്നൈയിലേക്ക് എന്ന അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. 2025 സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അവസാന സ്ഥാനത്തായിരുന്നു CSK ഫിനിഷ് ചെയ്തത്. സഞ്ജുവിനെ ടീമിലെത്തിക്കാനായാൽ അടുത്ത സീസണിൽ ടീമിന്റെ കരുത്തു കൂട്ടാൻ ചെന്നൈക്കാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. 2025 സീസണിൽ 9 മത്സരങ്ങൾ മാത്രമാണ് സഞ്ജു കളിച്ചത്. ഈ കളികളിൽ 285 റൺസായിരുന്നു സഞ്ജുവിന്റെ സമ്പാദ്യം. ആദ്യ കളിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ നേടിയ 66 റൺസായിരുന്നു ഉയർന്ന സ്കോർ. 2013 IPL അരങ്ങേറ്റം കുറിച്ച സഞ്ജു സാംസൺ ആകെ 177 മത്സരങ്ങളാണ് ലീഗിൽ കളിച്ചിട്ടുള്ളത്. ഇത്രയും മത്സരങ്ങളിൽ നിന്ന് 4704 റൺസാണ് സഞ്ജുവിന്റെ സമ്പാദ്യം. 3 സെഞ്ചുറികളും 26 അർദ്ധ സെഞ്ചുറികളും അടങ്ങുന്നതാണ് സഞ്ജുവിന്റെ IPL കരിയർ. രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയും 2 സീസണുകളിൽ ഡൽഹി ഫ്രാഞ്ചൈസിക്ക് വേണ്ടിയുമാണ് സഞ്ജു IPL കളിച്ചത്. രാജസ്ഥാൻ റോയൽസിന്റെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ സഞ്ജു 2021 മുതൽ റോയൽസിന്റെ നായകനാണ്. റോയൽസിനായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ബാറ്ററും റോയൽസിനെ ഏറ്റവും കൂടുതൽ മത്സരത്തിൽ വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റനും സഞ്ജുവാണ്. അതുകൊണ്ട് തന്നെ സഞ്ജു ടീം വിടുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസിന് അത് കനത്ത നഷ്ടം തന്നെയായിരിക്കും. തന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടെയും അതിനൊന്നും ശ്രദ്ധ നൽകാതെ അവധിക്കാലം അമേരിക്കയിൽ ആഘോഷിക്കുക തന്നെയാണ് സഞ്ജു. കഴിഞ്ഞ ദിവസം ജിമ്മിൽ പരിശീലനം നടത്തുന്നതിന്റെ ചിത്രം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ച സഞ്ജു കാലിഫോർണിയയിൽ കുട്ടി ക്രിക്കറ്റർമാർക്ക് ഒപ്പമുള്ള ചിത്രവും ഷെയർ ചെയ്തിരുന്നു. കുറച്ച് പുതിയ യുവ സുഹൃത്തുക്കളെ കിട്ടി എന്ന ക്യാപ്ഷനോടെയാണ് സഞ്ജു ഈ ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയാക്കിയത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.